രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യുടെ കാര്യത്തിൽ ഇത് അഭിപ്രായപ്പെടുന്നൊരു വിഷയമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ഞായറാഴ്ച വെളുപ്പിന് വരെ പല ഭാഗത്തും പെയ്ത ചെറുതും വലുതുമായിട്ടുള്ള മഴ അത്തരത്തിലൊന്ന് ഡിസംബർ 16-17 ചൊവ്വയും ബുധനും ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. എവിടെയൊക്കെ പെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് നോർത്തേൺ എമിറേറ്റുകളിൽ പെയ്യാനുള്ള സാധ്യത, മലയോര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. ഒപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത് കടലോര പ്രദേശങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും കൂടി യുടെ കാര്യത്തിൽ ഈ ചൊവ്വയും ബുധനും ഉണ്ട് എന്നാണ്. ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ തിങ്കളാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്ന സൂചന അനുസരിച്ച് മഴയൊന്നും കിട്ടിയിട്ടുള്ളതായി ഒരിടത്തൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. അന്തരീക്ഷം വളരെ തെളിഞ്ഞ് കാണപ്പെടുകയും ചെയ്തു. എന്നാൽ ചൊവ്വയും ബുധനും അങ്ങനെ ആയിരിക്കില്ല എന്ന രൂപത്തിൽ പറഞ്ഞതിനെ ഗൗരവത്തിലെടുക്കണം. ഇനി പറഞ്ഞു വരുന്നൊരു വലിയ വിഷയം, ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നതിനെക്കുറിച്ച്, പെട്ടെന്ന് തണുപ്പ് കൂടിയതിനെക്കുറിച്ച്, സൗദിയിലും കുവൈറ്റിലുമൊക്കെ മഴ കിട്ടിയതിനെക്കുറിച്ച് റിപ്പോർട്ട് ഇങ്ങനെ വരുമ്പോൾ മൊറോക്കോയിൽ നിന്ന് വന്നൊരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. അവിടെ ഫ്ലാഷ് ഫ്ലഡ്, അതായത് വളരെ പെട്ടെന്നാണ് മഴ പെയ്തതും വാദികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതും 37 പേരുടെ ജീവനാണ് അങ്ങനെ അപഹരിക്കപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. മരുഭൂമിയിൽ പലപ്പോഴും മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിശക്തമായ മഴയായിരിക്കാം, വെള്ളപ്പൊക്കം പോലെ അനുഭവമുണ്ടാവാം, ജീവനുകൾ എടുത്തു പോകാം. ഈ സാധ്യതകളൊക്കെ മനസ്സിൽ വെക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഗൗനിക്കണം. ചില സമയങ്ങളിൽ മഴ പെയ്തില്ല എന്ന് കരുതിയിട്ട് അതിനെ പരിഹസിച്ച് മാറ്റി നിർത്തി തള്ളിക്കളയുന്ന ആളുകളുണ്ട്. അത് മഴയുടെ കാര്യത്തിൽ, പ്രകൃതിയുടെ ലീലാവിലാസങ്ങളുടെ കാര്യത്തിൽ വേണ്ട എന്ന കാര്യം ഒരുപാട് സ്ഥലത്തുള്ള ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിൽ സാറ്റലൈറ്റുകൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൃത്യമായി അപ്പോൾ എത്തിച്ചേരുന്നതാണ്. അതേ പ്രകൃതി തന്നെ അല്പം കഴിഞ്ഞ് മാറാനുള്ള, തെളിയാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ഈ മഴ പ്രതീക്ഷിക്കണം, പറഞ്ഞതുപോലെ ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതണം. പറഞ്ഞാൽ വിശ്വസിക്കുമോ, 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ യുടെ പല ഭാഗത്തും മനുഷ്യവാസമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇപ്പോൾ ഷാർജ, മലീഹ ഭാഗത്തുള്ള ചില പ്രദേശങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്തു എന്ന കാര്യം നമ്മളൊന്ന് തിരിച്ചറിയണം. ആദിമ മനുഷ്യർ, ശിലായുഗത്തിലെ മനുഷ്യർ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് അറേബ്യൻ മേഖലയിലേക്ക് പലായനം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സിനായ് പർവ്വത പ്രദേശങ്ങളിലൂടെ ആകണമെന്നില്ലെന്നും അത് ഈ മലീഹ ഭാഗത്തു കൂടിയൊക്കെ കടന്നുപോയിട്ടുണ്ടാകാമെന്നും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫോസിൽ ആ അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നരവംശ ശാസ്ത്രജ്ഞർക്ക് ബോധ്യമായിരിക്കുകയാണ്. ഇത്തരം കണ്ടെത്തലുകൾ ഇവിടെ ഷാർജ, മലീഹ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് കാണിച്ചുകൊണ്ട് ഇതിങ്ങനെയാണ്, ഇത്രയും പാരമ്പര്യമുള്ള സൈറ്റ് ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഷാർജ ലോകത്തെ അറിയിക്കുകയാണ്. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.